ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഇന്നലത്തെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വ്യക്തമൊക്കെ പറഞ്ഞു തരണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്നത്തെ വീഡിയോ ആണെന്ന് ചോദിക്കുമല്ലോ എന്ന് വെച്ചിട്ട് പറയുകയാണേ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയട്ടെ, വൈകുന്നേരം വരുന്ന സമയത്ത് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ വൈകുന്നേരം വന്ന പാടെ കൈപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ പരത്തി വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയത് നമ്മൾ രാവിലെ അലക്കിയിട്ട് ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അത് മൊത്തം നനഞ്ഞ് കിടക്കുകയാണ്. നല്ല മഴയായിരുന്നു. ഞാൻ രാവിലെ അലക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. തലേന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മഴൻ്റെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും അലക്കിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ഒരു കംഫർട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അതൊക്കെ മുക്കി രണ്ടാം പ്രാവശ്യം ഒന്നും കൂടി ഉണങ്ങാനിട്ട്. നേരെ ഉണങ്ങാത്ത അതിനും കൊണ്ട് ഒരു സ്മെല്ല് വരുമല്ലോ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കംഫർട്ടൊക്കെ മുക്കിയിട്ടത്. പിന്നെ വന്ന് ചായയും നല്ല മൊരിഞ്ഞ കൈപ്പത്തിരിയും കൂടി കഴിച്ചു. അപ്പോൾ ഇതൊന്ന് എനിക്ക് കടയിലേക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2 പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ മീഷോയിൽ നിന്ന് വാച്ചും പിന്നെ കുട്ടികൾക്കുള്ള ബോട്ടിലും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോംബോ ഓഫറിലായിരുന്നു കേട്ടോ ഞാൻ രണ്ടും ഓർഡർ ചെയ്തത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്ത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കോംബോയായി നോക്കിയിട്ടേ ഓർഡർ ചെയ്യുള്ളൂ. അതാകുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടല്ലോ. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ പാർസൽ പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. കിട്ടാണ്ടായപ്പോൾ ഞാൻ പിന്നെ ക്യാമറയൊക്കെ മാറ്റി വെച്ച് നല്ല അന്തസ്സായിട്ട് പെട്ടിയൊക്കെ തുറന്ന് എടുത്ത് പുറത്ത് വെച്ചു. നല്ല അടിപൊളി വാച്ചായിരുന്നു കേട്ടോ. 3 വാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത അതേ ഐറ്റം തന്നെയാണ് കിട്ടിയിട്ടുണ്ടായത്. എനിക്കിതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഡിലേ ആയിപ്പോയി. ഒരാഴ്ച മുമ്പേയൊക്കെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. ഞാനപ്പോൾ വാച്ച് കിട്ടുന്ന സമയത്ത് വിചാരിച്ചത് ഇതിൽ ബാറ്ററി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ബാറ്ററി കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മീഷോ ബാറ്ററിയും കൂടി ഇട്ടിട്ടാണ് തന്നിട്ടുണ്ടായത്. അപ്പോൾ നല്ല സന്തോഷമായിട്ട് കണ്ടപ്പോൾ, കാരണം നല്ല അടിപൊളി വാച്ചായിരുന്നു. പൊട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ. പിന്നെ ഈ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലും കുട്ടികൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വാട്ടർ ബോട്ടിലിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ബ്രഷായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ കഴുകിയെടുക്കാനുള്ള നല്ലൊരു ബ്രഷ്, ഞാനതുള്ളത് നോക്കി അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ട് ആ പാർസലൊന്ന് പൊട്ടിക്കാൻ നോക്കിയത്. കാരണം കടയിൽ നിന്ന് തന്നെ പൊട്ടിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ പാടെ അങ്ങനെ കൈ വെച്ചു. പിന്നെ വൈകുന്നേരം വന്നിട്ട് വിശപ്പിൻ്റെ വിളിയായിരുന്നു, അത് കാരണം കൊണ്ട് കഴിക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഒരു സമാധാനമില്ല അത് പൊട്ടിച്ച് നോക്കാതെ. അങ്ങനെ പൊട്ടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അനിയത്തിക്കൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ മക്കൾക്ക് വിളിച്ച് പറഞ്ഞു പാർസൽ കിട്ടിയിട്ടുണ്ട്, എന്തായാലും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീഷോയിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം നല്ല ഓഫറൊക്കെയാണ് കേട്ടോ. സാധനങ്ങളാണെങ്കിലും തുണികളും എല്ലാം നല്ല ക്വാളിറ്റിയുള്ളത് തന്നെയാണ്. നമ്മളതിൽ എന്താണോ കാണുന്നത്, ഞാൻ ഇതുവരെ ഓർഡർ ചെയ്തതിലൊന്നും എനിക്ക് അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ അല്ലേ. അങ്ങനെ ഞാനിതാ പാത്രങ്ങളൊക്കെ ഓരോന്നിങ്ങനെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ വാച്ച് കെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഈ ചെയിൻ വാച്ച് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ മൂത്താപ്പയായിരുന്നു കേട്ടോ എനിക്ക് ആദ്യമായിട്ട് വാച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അത് കെട്ടിയിട്ട് പോയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് നോക്കും, കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴൊക്കെ വാച്ച് കെട്ടുക എന്ന് പറയുമ്പോൾ അതെന്തോ ഭയങ്കര ഒരു സംഭവമായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് ഞാനങ്ങനെ ഒരു വട്ടയിലിട്ട് വയ്ക്കും കുറച്ച് നേരം, വെള്ളം വലിയാനൊക്കെ ആയിട്ട്. ഇന്ന് രാത്രിക്കത്തേക്ക് പിന്നെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ മക്കളില്ലാത്ത കാരണം കൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഇത്തിരി നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കലും അതൊന്നും നടക്കണില്ല. അമ്യൂസാണെങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുമായിരുന്നു. അങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു. നല്ല ചൂടോടെ മസാല ദോശയും ചായ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. അങ്ങനെ ചൂടോടെ തന്നെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. അങ്ങനെ ഞാനും അനിയനും കൂടിയിട്ടൊക്കെ അങ്ങനെ കഴിച്ചു. അപ്പോൾ ചൂടോടെ മസാല ദോശയും ചായയും സാമ്പാറൊക്കെ കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടു, ഗ്യാസും തിട്ടും ഒക്കെ ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ഇനി തൽക്കാലം അടുക്കളയ്ക്കൊന്ന് വിട കൊടുത്തിട്ട് ഞാൻ പോവുകയാണേ. ഓക്കെ, ബൈ, വീണ്ടും കാണാം.